വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികളും മാർച്ചും സംഘടിപ്പിച്ചു. വനിതാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി എം.കെ. മുനീർ നിർവഹിച്ചു. രാവിലെ 9:30 മുതൽ തിരുവനന്തപുരം വനിതാ കോളേജിന് മുന്നിലെ ആനി മസ്ക്രീൻ സ്ക്വയറിൽ വനിതാ ദിനം ആഘോഷിക്കാൻ പെൺകുട്ടികൾ ഒത്തുചേർന്നു. ആടിയും പാടിയും ബാൻഡുവാദ്യങ്ങൾ മുഴക്കിയും സ്ത്രീകൾ നഗരവീഥിയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. തുടർന്ന് വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനതല പരിപാടികളുടെ ഉദ്ഘാടനം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി എം.കെ. മുനീർ നിർവഹിച്ചു. അർബുദ രോഗ ചികിത്സയ്ക്കായുള്ള മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. സാർവദേശീയ വനിതാ ദിനത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാർച്ച് നടത്തി. പി.ജെ. കുര്യന്റെ അധ്യക്ഷതയിൽ വനിതാ ദിനത്തിൽ രാജ്യസഭയിൽ വനിതാ സുരക്ഷ ചർച്ച ചെയ്യുകയെന്നത് അപമാനകരമാണെന്ന് ടി.എൻ. സീമ എം.പി. പറഞ്ഞു. കെ.സി.വൈ.എമ്മിന്റെ നേതൃത്വത്തിൽ അന്തിച്ചന്തയിലെ പെൺമത്സ്യങ്ങൾ എന്ന തെരുവ് നാടകം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറി. സ്ത്രീ സുരക്ഷാ ബില്ല് കൊണ്ടുവന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടാണെന്ന് പെൺമാനം ഒരു സാമൂഹ്യ ജാഗ്രതയെന്ന പുലയ മഹിളാ ഫെഡറേഷന്റെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് ആനി രാജ പറഞ്ഞു. വിവിധ മഹിളാ സംഘടനകൾ സെക്രട്ടേറിയറ്റിലേക്ക് വനിതാ ദിനത്തിന്റെ ഭാഗമായി മാർച്ച് സംഘടിപ്പിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.